അമ്മ മരിച്ചപ്പോൾ വീട്ടിൽ BJP-ക്കാർ വന്നില്ലെന്ന് പറഞ്ഞ് പാർട്ടി ചാടുക. എന്തൊരു കുട്ടിത്തമാണ്. നാശം പിടിക്കാനായിട്ട് ഈ പാർട്ടി വന്ന് വെട്ടല്ലോ എൻ്റെ ദൈവമേ എന്നുള്ളൊരു ഭാവമാണ് സത്യം പറഞ്ഞാൽ ആ മുഖത്ത് പരകായ പ്രവേശം ചെയ്തു. പരകായമല്ല, മനസ്സിൽ നിന്ന് തന്നെ പ്രവേശം ചെയ്തു. ഒരു വാര്യരും അനിവാര്യരല്ലാന്ന് BJP തെളിയിച്ചു. അടുത്ത പ്രാവശ്യം നോക്കിക്കോ സന്ദീപ് വാര്യരെ തദ്ദേശ തെരഞ്ഞെടുപ്പ് 4 കോർപ്പറേഷനാണ് കിട്ടുന്നത്. വന്ന് അവിടെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലോട്ടുണ്ട്. ഇതൊക്കെ സാധനങ്ങളാണ് വലിച്ചെറിഞ്ഞത്. സകലമാന സാധനങ്ങൾ വന്നു. ഹീറോ ആവാൻ വേണ്ടിയിട്ട് സകലമാന സാധനങ്ങളും കണ്ണി കണ്ടതെല്ലാം ഇല്ല. ഗണപതി പ്രാതലിൽ തികയ്ക്കാൻ വേണ്ടി കുബേരൻ ചെയ്തതുപോലെ വട്ടികൾ, തൊട്ടികൾ, കുട്ടകളൊക്കെ എന്ന് പറഞ്ഞ പോലെ സാധനങ്ങളെല്ലാം അങ്ങോട്ട് എറിഞ്ഞ് പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് അവർ കേസാക്കി. കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പം അവിടെ നിന്ന് ജയിലില്ലാഞ്ഞ്, ഇയാളെ ഉൾക്കൊള്ളാൻ ജയിലില്ലാഞ്ഞ് ഇയാളെ കൊട്ടാരക്കര സബ് ജയിലിൽ കൊണ്ടിട്ടു. BJP-യിൽ നിന്ന് കോൺഗ്രസിലെത്തിയ കോൺഗ്രസിൻ്റെ നിലവിലെ യുവനേതാവ് സന്ദീപ് വാര്യർ കൊട്ടാരക്കര സബ് ജയിലിലാണ്. പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല, ആരും പ്രതികരിക്കുന്നില്ല. എന്താ സന്ദീപ് വാര്യർ നമ്മുടെ പാലോട് രവി പറഞ്ഞതുപോലെ എടുക്കാച്ചരക്കായി മാറിയോ? ഈയിടെയായിട്ട് സന്ദീപ് വാര്യരുടെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രീജിത്ത്? വല്ലാത്ത അഗാധമായ മുഖം, മനസ്സിൻ്റെ കണ്ണാടി നിന്നാണെങ്കിൽ അഗാധമായ ശോകം ആ മനസ്സിനെ ആകെ ബാധിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് പ്രഥമ ദൃഷ്ടിയാ ബോധ്യം. നല്ല വെളുത്ത മുഖമായതുകൊണ്ട് അത് നല്ലപോലെ കണ്ണാടി പോലെ പ്രതിഫലിക്കുകയും ചെയ്യും. മാലിനി നദിയിൽ മുഖം നോക്കും മാനെന്നും പറഞ്ഞാണല്ലോ പാട്ടെന്ന് പറയാം. മുഖം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലുള്ള വികാരങ്ങൾ പ്രതിഫലിക്കും. നാശം പിടിക്കാനായിട്ട് ഈ പാർട്ടി വന്ന് വെട്ടല്ലോ എൻ്റെ ദൈവമേ എന്നുള്ളൊരു ഭാവമാണ് സത്യം പറഞ്ഞാൽ ആ മുഖത്ത് പരകായ പ്രവേശം ചെയ്തു. പരകായമല്ല, മനസ്സിൽ നിന്ന് തന്നെ പ്രവേശം ചെയ്തിരിക്കുക. സത്യമാണ്. ഇയാൾക്ക് വല്ല കാര്യമുണ്ട്. അമ്മ മരിച്ചപ്പോൾ വീട്ടിൽ BJP-ക്കാർ വന്നില്ലെന്ന് പറഞ്ഞ് പാർട്ടി ചാടുക. എന്തൊരു കുട്ടിത്തമാണ്. ബാലിശമായത്. കുഴപ്പമില്ല, ബാലിശത്തിൻ്റെ പൂർത്തി മാത്രമല്ല, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കസേര നൽകിയില്ല, കസേര കിട്ടിയില്ലെന്നും പറഞ്ഞ് ഈ നാടും പുറത്തൊരു വല്ലാത്ത വാക്ക് ഉപയോഗിക്കുമായിരുന്നു, കൊതിക്കറിവ്. ആ കൊതിക്കറിവ്, കസേര എനിക്ക് കിട്ടിയില്ല. കാർത്തിയോട് അങ്ങോട്ട് ചെന്നപ്പോൾ ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നല്ല കേക്ക് മുറിക്കുന്നത്, എനിക്ക് പീസ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് കുട്ടികൾക്ക് പരാതി പറയുന്ന പോലെ ആയിപ്പോയി. എന്തെങ്കിലും രാഷ്ട്രീയമോ ആശയപരമായിട്ടുള്ള കാര്യങ്ങളോ പറഞ്ഞു നിൽക്കാതെ എൻ്റെ അമ്മ മരിച്ചപ്പോൾ ആരും വന്നില്ല പറഞ്ഞ് വേണമെങ്കിൽ ഇപ്പോൾ സ്ത്രീകളുടെ സ്വഭാവം. ഇയാൾ എന്ത് മനുഷ്യൻ! ഒരു സ്ത്രീ ലംബടനൊന്നും അല്ലെങ്കിലും അദ്ദേഹം വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ട ഞാൻ അദ്ദേഹത്തിനെ ബോഡി ഷെയിം ചെയ്യുകയല്ല. ഒരു സുന്ദരനാണ്, ആൾ വളരെ സുന്ദരനാണ്, സ്ത്രീകളെ പോലെ അങ്ങ് സുന്ദരനായി. ഒരു സ്ത്രീയുടെ മുഖമാണ് അദ്ദേഹം. അതുപോലെ അങ്ങ് വികാരങ്ങൾ. ഇങ്ങനെയാണ് ഒരു ആണത്വം വേണ്ടേ, പൗരുഷം വേണ്ടേ. ദൈവം കൊടുത്തിട്ടില്ല, അമ്പലവാസിയായിക്കാരൊന്നും വേണ്ട എന്നുള്ളതായിരിക്കും. മൊത്തത്തിലില്ല, അങ്ങനെ പൗരുഷശാലികളായിട്ടുള്ള CBC വാര്യരെ പോലുള്ള MLA ഇത്തിരി കൂടിപ്പോയെങ്കിലേ ഉള്ളൂ. ഒരു വാര്യരും അനിവാര്യരല്ലാന്ന് BJP തെളിയിച്ചു. അടുത്ത പ്രാവശ്യം നോക്കിക്കോ സന്ദീപ് വാര്യരെ തദ്ദേശ തെരഞ്ഞെടുപ്പ് 4 കോർപ്പറേഷനാണ് കിട്ടുന്നത്. കിട്ടാൻ പോകുന്ന ഒരു 100-ലേറെ സീറ്റുകളും കിട്ടാം, 100-ലേറെ വാർഡുകളും ഭരിക്കും സന്ദീപ് വാര്യർ. അന്നേരം ഈ കൊതിക്കറിവുമായിട്ട് അവിടെ ഇരിക്കേണ്ടി വരും. ഇപ്പോൾ പോയി പെട്ടിരിക്കുന്ന അവസ്ഥ എന്താ? ഇയാൾ പാലക്കാട്ട് ജില്ലക്കാരനല്ലേ? ഞങ്ങളുടെ ജില്ലയായ പത്തനംതിട്ടയിലേക്ക് ഇയാൾ എന്തിനു? ശബരിമല അവിടെ ആയതുകൊണ്ടായിരുന്നു. വന്ന് അവിടെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലോട്ടുണ്ട്. ഇതൊക്കെ സാധനങ്ങളാണ് വലിച്ചെറിഞ്ഞത്. സകലമാന സാധനങ്ങൾ വന്നു. ഹീറോ ആവാൻ വേണ്ടിയിട്ട് സകലമാന സാധനങ്ങളും കണ്ണി കണ്ടതെല്ലാം ഇല്ല. ഗണപതി പ്രാതലിൽ തികയ്ക്കാൻ വേണ്ടി കുബേരൻ ചെയ്തതുപോലെ വട്ടികൾ, തൊട്ടികൾ, കുട്ടകളൊക്കെ എന്ന് പറഞ്ഞ പോലെ സാധനങ്ങളെല്ലാം അങ്ങോട്ട് എറിഞ്ഞ് പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് അവർ കേസാക്കി. കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പം അവിടെ നിന്ന് ജയിലില്ലാഞ്ഞ്, ഇയാളെ ഉൾക്കൊള്ളാൻ ജയിലില്ലാഞ്ഞ് ഇയാളെ കൊട്ടാരക്കര സബ് ജയിലിൽ കൊണ്ടിട്ടു. കള്ളനും മോഷ്ടാവും ബലാത്സംഗ കേസിലെ പ്രതിയും അതുപോലെ തന്നെ മയക്കുമരുന്ന് കേസിലെ പ്രതിയും എല്ലാം, പോക്സോ കേസിലെ പ്രതിയും എല്ലാം കിടക്കുന്നിടത്ത് കടന്ന് നരകയാതന. ജന്മത്താദ്യമായിട്ടാണ്. അമ്പലത്തിൽ മാത്രമേ പോയിട്ടുള്ളൂ, BJP-യുടെ ഓഫീസിലും പിന്നെ പത്രസമ്മേളനങ്ങൾ പ്രസ് ക്ലബ്ബിലും. ഇവിടെ മാത്രമേ പോയിട്ടുള്ളൂ. അതാണ് സബ് ജയിലിൻ്റെ രുചി അറിയിച്ചു കൊടുത്തു കോൺഗ്രസ്സുകാർ. ഇപ്പോൾ അവിടെ കിടക്കുക. ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല. 3 ദിവസമായി ഒരേ കിടപ്പാണ്. പിന്നെ കൂട്ടിനാളുണ്ട്. 14 യൂത്ത് കോൺഗ്രസ്സുകാരും ഉണ്ട്, 3 യുവതികളും. എല്ലാത്തിനും കൂടെ കുറച്ചില്ല വാഗൺ ട്രാജഡി പോലെ കൊണ്ടിട്ടിരിക്കുക. അവിടെ കടന്ന് പ്രവർത്തനം നടത്തട്ടെ എന്നും പറഞ്ഞു ആസ്വദിച്ച് തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുക സന്ദീപ് വാര്യർ. കഷ്ടം. പുഷ്പശയ്യയിൽ കിടന്ന ആളിപ്പോൾ നരകയാതന അനുഭവിച്ചുകൊണ്ട് മൂത്രം നാറുന്ന സബ് ജയിലിൽ ഇങ്ങനെ വേസ്റ്റ് ബോക്സിലായി സന്ദീപ് വാര്യർ അവിടെ പോയി. വല്ല കാര്യമുണ്ടോ?
വക്താവായിട്ട് പോയിട്ട് ഒരു സ്ഥാനം ഉറപ്പിച്ച്, അല്ലെങ്കിൽ പ്രശാന്ത് പോയ പോലെ വേണം. അവിടെ പോയിട്ട് എന്ത് ചെയ്തു പുള്ളി? ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി. അതുപോലെ ഉണ്ടല്ലോ വനിതാ വികസന കോർപ്പറേഷൻ്റെ ഒരു ചെയർപേഴ്സൺ, ചോദിച്ചു വാങ്ങിച്ച് വില പേശിച്ചു, അത് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പാർട്ടിയിലോട്ട് പോയത്, NCPയിലേക്ക്. ലതിക സുഭാഷ്. ഇതേ ഇടിയും തൊഴിയും അടിയും സമരവും ജയിലും അല്ലേ? പാവം ബ്രാഹ്മണനായിപ്പോയി, ബ്രാഹ്മണ്യമായിപ്പോയി. നേരെ ചൊവ്വേ പറയാൻ അറിയത്തുള്ളൂ, അങ്ങനെ പറ്റിപ്പോയി. ഈ സങ്കടങ്ങളൊക്കെ രാജീവ് ചന്ദ്രശേഖരോട് പറഞ്ഞാൽ മതി. എൻ്റെ മരിച്ചപ്പോൾ ആരും വന്നില്ലെന്ന്. BJPക്കാരെ മുഴുവൻ, ആ ജില്ലയിലുള്ള BJPക്കാരെയും എല്ലാ ജില്ലാ പ്രസിഡന്റുമാരെയും ഒരുമിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. കസേര ഒന്നിന് വരാൻ 2 വിട്ടു കൊടുത്തേനെ സ്റ്റേജിൽ. അങ്ങനെയാണ് മാനേജ്മെൻറ്റ്. ഈ മാതാവുണ്ട് കൊതിക്കറിവ്, എന്ത് പറയാനാ പോയി. അല്ല, ഇതിന് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമോ? ഏതെങ്കിലും പല സീറ്റുകളും ഇദ്ദേഹം മത്സരിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. തവന്നൂരും തൃശ്ശൂരും ഗുരുവായൂരും ഷൊർണൂരും അടക്കമുള്ള പല മണ്ഡലങ്ങളും ഇദ്ദേഹം മത്സരിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സീറ്റ് കൊടുക്കാനുള്ള സാധ്യതയുണ്ടോ? എന്തായാലും ജയിലിൽ കിടന്ന ഒരു മനുഷ്യനല്ലേ. മനപ്പായസം, അമ്പലപ്പായസം എന്ന് പറയുന്ന പോലെ, നെയ്പായസം എന്ന് പറയുന്ന പോലെ മനപ്പായസം ഒന്നുമാണെന്ന്. ഇവിടെ കോൺഗ്രസിന് ഇപ്പോൾ ഉള്ള കിടന്ന സാറ് പറയുന്നത് കൊടുക്കില്ലെന്നോ? കൊടുക്കില്ല. എല്ലാം തോക്കുന്ന സീറ്റ് കിട്ടും, തോൽക്കാൻ പോകുന്ന സീറ്റ് ചിലപ്പോൾ കൊടുക്കും. അല്ല, ജയിക്കുന്ന സീറ്റ് കിടന്ന് അടിപിടിയാ. ബീഹാറിൻ്റെ ഇതുവരെ തീർന്നിട്ടില്ല അടിപിടി. പിന്നെ ഇവിടെ കിട്ടാൻ പോകുന്നു ഒരുപാട് പേരാണ്. ഓരോ സീറ്റിനും ഇപ്പോൾ കോൺഗ്രസിന് അതിൽ തന്നെ ഒരു പിളർപ്പുണ്ടാവും. അന്നേരം ആ സന്ദീപ് വാര്യർ ഇന്നലെ വന്നവനെ അവിടെ വെള്ളം കോരിയും അതുപോലെ തന്നെ പതാക കൊടിമരം ചുമന്നും പോസ്റ്റർ ഒട്ടിച്ചും ഒക്കെ നടന്ന പോസ്റ്റർ ബോയ്സിനൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇന്നലെ വന്ന ആൾക്ക് അല്ല, മത്സരിച്ചാൽ ചിലപ്പോൾ മുരളീധരന്റെ അവസ്ഥ വരുമല്ലേ? മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിക്കാൻ വന്നപ്പോൾ വിയർപ്പെല്ലാം തുളച്ച് മത്സരിപ്പിച്ചു. റിസൾട്ട് വന്നപ്പോൾ വൻ പരാജയം. കെട്ടിവെച്ചതോ നഷ്ടപ്പെടുന്ന ഏതെങ്കിലും സീറ്റിൽ പോയി നിൽക്കാം. അതായിരിക്കും. ചിലപ്പോൾ പഞ്ചായത്ത് മെമ്പറാക്കാൻ സാധ്യത. പഞ്ചായത്തിൽ ചിലപ്പോൾ കിട്ടാം സ്ഥാനം കൂടെ, പഞ്ചായത്ത് മെമ്പറായിട്ടിരിക്കാം ശേഷിക്കുന്നതാണ്. അല്ല, എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസ് ഇങ്ങനെ പാർട്ടി വിട്ട് വരുന്നവർക്കും പാർട്ടിക്കുള്ളിലുള്ളവർക്കും വലിയ പരിഗണന നൽകാത്തത്? അവർ ഇനി തളരാനില്ലല്ലോ. ആ രീതിയിലേക്ക് കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്ത് ഉടനീളം തകർന്നിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഒരു തിരിച്ചറിവ് വരാത്തത്? CPMന് പിണറായി ഉണ്ട്, അതുപോലെ ഒരു നേതൃത്വം ഇവിടെ ഉണ്ടോ? അവരുണ്ടോ? ഏതെങ്കിലും ഉണ്ട്? ഇല്ല. അതാണ് പരാജയം. എല്ലാം കൂടെ കൂട്ടത്തല്ലാണ്. എനിക്ക് സീറ്റ് വേണം. അല്ല, VD സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ളവരുണ്ടല്ലോ. ഈ കേരളത്തിൽ എന്തുകൊണ്ട് ഭാരവാഹികളെ തീരുമാനിച്ചിട്ടില്ല? എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ ഭാരവാഹികളെ തീരുമാനിച്ചിട്ടുണ്ടോ? BJP അവരുടെ ജില്ലാ പ്രസിഡന്റുമാരെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ കോൺഗ്രസ് ഇതുവരെ? തർക്കമാണ്. എനിക്കാവണം തമ്മിലടിയാണ്. ഫോട്ടോഷൂട്ടിൽ വരാൻ വേണ്ടിയിട്ട്, ക്യാമറയുടെ മുമ്പിൽ വരാൻ വേണ്ടി തമ്മിലടിക്കുന്നില്ലേ? അതിനുവേണ്ടി കോൺഗ്രസ്സുകാർ തമ്മിൽ ആ മുട്ടൻ അടിയായി. ഇല്ല, പപ്പടത്തിന് വേണ്ടി കല്യാണ സദ്യക്കിടയിൽ എല്ലാം ഉണ്ടായതുപോലെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കോൺഗ്രസ്സിന്. പറഞ്ഞ ആരെങ്കിലും സണ്ണി ജോസഫാടോ എന്ന് പറഞ്ഞാൽ ഇവർ കേൾക്കുമോ? അടി ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ പോടാ എൻ്റെ വീട്ടിൽ. അത്രയേ ഉള്ളൂ വക. അങ്ങനെയാണ് നേതൃത്വം. ഈ അവസ്ഥയിൽ നിന്ന് ഈ പിണറായി ഒന്ന് ജയിപ്പിക്കാം. ഇപ്പോൾ ശബരിമല അയ്യപ്പനൊരു ചാൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഷാഫി പറമ്പിലൊരു ചാൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പേരാമ്പ്രയിലെ സംഭവത്തിൽ. എൻ്റെ ദൈവമേ, ഇതെങ്കിലും ഒന്ന് ഉപയോഗിച്ചൊന്ന് രക്ഷപ്പെടാൻ നോക്ക് നിങ്ങൾ. പഠിക്കാൻ കൊണ്ടിട്ട് കുടമുടല്ല സാർ. ഇതിൽ തന്നെ മറ്റൊരു കാര്യമുണ്ട്. കുറെ കേസുകളിൽ, പല ആരോപണങ്ങളിൽ, പിന്നെ പല പെൺകുട്ടികളുടെ വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ പുറത്തു വന്നു. എന്നിട്ടും കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിന് തള്ളിപ്പറയാൻ തയ്യാറല്ല. അദ്ദേഹം ജയിലിലേക്ക് പോകുന്നില്ല, അദ്ദേഹത്തിന് പൂർണ്ണമായ പിന്തുണ. മറിച്ച് സന്ദീപ് വാര്യർ ഒരാഴ്ചയായി പാർട്ടിയിൽ വന്നു, ജയിലിലെടുത്ത് അകത്തിട്ടു. ഇതെന്താണ് ഈ വ്യത്യാസം? രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവർക്ക് എന്തുകൊണ്ട് സന്ദീപ് വാര്യറിനെ പിന്തുണയ്ക്കാൻ കഴിയുന്നില്ല? അവർക്ക് മനസ്സിലായി, ചെറിയ കോമൺ സെൻസ് മതിയല്ലോ. എൻ്റെ അമ്മയുടെ മരണത്തിന് BJPക്കാർ വന്നില്ല, സ്റ്റേജിൽ എനിക്ക് കസേര തന്നില്ലെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വരുന്ന ഒരാളിൻ്റെ എത്രമാത്രം ഉണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃഗുണമെന്ന് അറിയാമോ? ചാനലിൽ വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നത് പോലെ അല്ലല്ലോ ഇത്. അല്ല, പക്ഷേ തെറ്റ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നത് എന്തുകൊണ്ട്? അദ്ദേഹത്തിന് അത്രയ്ക്ക് പോപ്പുലാരിറ്റി ഉണ്ട്. തെറ്റ് ചെയ്തുവെങ്കിലും ഈ തെറ്റ് ചെയ്യാത്ത കോൺഗ്രസ്സുകാർ എത്ര പേരുണ്ടാവും? നമ്മുടെ ഒരു സർവേ പരം കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയ്ക്ക് പരസ്ത്രീ ബന്ധം, ഭാര്യമാരുള്ളവർക്ക് ശരാശരി 14 സ്ത്രീകളുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്. ഞെട്ടിപ്പിക്കുന്ന വിവരം. ജനറേഷൻ നെക്സ്റ്റാണിത്. എൻ്റെ കാലത്തെ പോലെ അല്ല, ജനറേഷൻ നെക്സ്റ്റാണിത്. ബന്ധങ്ങളെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടതാണ്. ഇതിപ്പോൾ നമ്മൾ ഈ സന്ദീപ് വാര്യർ ഇയാളുടെ കാര്യത്തിൽ മാത്രമേ പറഞ്ഞു, മറ്റുള്ളവർക്ക് എത്ര ഇതുകൊണ്ടൊന്നും പുറത്തു വന്നിട്ടില്ല.
എത്ര മാധ്യമപ്രവർത്തകർക്ക് ഇതുപോലെ ബന്ധമുണ്ട്, എൻ്റെയും കണ്ണാറിയോ കിണ്ണം കെട്ടാണെന്നുള്ള മട്ടി ഇരിക്കുകയല്ലേ പലരും. ഈ സ്ത്രീകൾ പോട്ടെ പോട്ടെ എന്ന് വയ്ക്കുന്നതുകൊണ്ടാണ് ഇതൊന്നും നടക്കാത്തതെന്ന്. ഇപ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ അറിയാനേ പലരും ഇതുപോലെ നാറിയ സ്ത്രീകളുടെ ഒരു ദയയോ അല്ലെങ്കിൽ ഒരു കരുണയോ കൊണ്ട് മാത്രം രക്ഷപ്പെട്ട് നിൽക്കുന്ന എത്ര മാധ്യമപ്രവർത്തകരെ എനിക്കറിയാം. പോട്ടെന്ന് വെച്ചാൽ അവരും പുറത്തുമുണ്ടായിരിക്കുന്ന, എന്നിട്ട് തന്നെ ചിലർ പുറത്തായിട്ടില്ലേ മാധ്യമങ്ങളിൽ നിന്ന് തന്നെ. അപ്പോൾ പിന്നെ രാഷ്ട്രീയത്തിൻ്റെ ക്ലൗട്ടും സ്വാധീനവും കൂടുതലുള്ള രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച് അവിടെ എന്താ നടക്കുന്നത്? ഇതൊക്കെ പരസ്യമായ രഹസ്യങ്ങളല്ലേ. ഈ ജീവിതങ്ങളൊക്കെ ഇങ്ങനെയാണ്, ഈ ബന്ധങ്ങൾ, അതിൻ്റെ പ്രധാനപ്പെട്ട ആഡംബരങ്ങൾ, ഇതൊക്കെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിന് വേണ്ടിയിട്ടാണ് പണം ഉണ്ടാക്കുന്നത്. തമ്മിലെല്ലാം കൂടെ ചേർന്നൊരു എല്ലാം കൂടെ ചേർന്നൊരു പൊല്യൂഷനുണ്ട്. വൻ ഹോട്ടലുകളിലെ താമസം, വൻ കാറുകൾ, ഇതെല്ലാം ആണുങ്ങൾ പെണ്ണുങ്ങളെ പ്രലോഭിക്കുന്ന ഫാക്ടേഴ്സാണ്. പെണ്ണുങ്ങൾ ബ്യൂട്ടി പാർലർ, സ്പാ ഒക്കെ പോയിട്ട് പരമാവധി, ഞാൻ സ്ത്രീകളെ മൊത്തത്തിൽ കുറ്റം പറയുകയല്ല, നല്ല സ്ത്രീകൾ ഒരുപാടുണ്ട്, ആഭിജാത്യമുള്ള തറവാടിത്തമുള്ള സ്ത്രീകളുണ്ട്. മൊത്തത്തിൽ എങ്ങനെ പ്രലോഭിപ്പിക്കുക ആണുങ്ങളെ എന്നുള്ള ശ്രമവുമായിട്ട് നടക്കുന്ന സ്ത്രീകളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ആ പ്രലോഭനങ്ങളിൽ ദുർബലഹൃദരായിട്ടുള്ള ആൾക്കാർ വീണുപോവുകയും അത് ഇതുപോലുള്ള ഫോൺ തെളിവുകൾ വെച്ചുകൊണ്ട് ആ ട്രാപ്പിൽ വീഴുകയും ചെയ്യും. മിടുക്കന്മാരാണെങ്കിൽ ഫോണിൽ കൂടെ ഒരക്ഷരം വേണ്ടില്ല, ഫോൺ ഓഫ് ചെയ്യും. പിന്നെ എവിടെ നിങ്ങൾക്ക് അത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നു? അപ്പോൾ അങ്ങനെയുള്ള മിടുക്കന്മാർ പലരെ എനിക്കറിയാം, ഇതിൻ്റെ കാര്യങ്ങൾ അറിയാം. പരസ്യമായിട്ട് നമ്മൾ ഈ ചാനലിൽ കൂടെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പണ്ടത്തെ നമ്മൾ കാണിക്കുന്ന സദാചാര പോലീസിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു.